2024 മലയാളത്തിൽ എടുത്തു പറയത്തക്ക നേട്ടമുണ്ടാക്കാൻ ദുൽഖർ സൽമാന് സാധിച്ചിട്ടില്ല. എങ്കിലും 2024 ലക്കി സ്റ്റാർ ആരെന്ന് ചോദിച്ചാൽ ദുൽഖർ ആണെന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. മലയാള താരങ്ങൾ കൊതിക്കുന്ന പാൻ ഇന്ത്യൻ പദവിയിലേക്ക് കുതിച്ചുയർന്ന താരമാണ് ദുൽഖർ. ദുൽഖർ നായകനായി എത്തി വൻ ഹിറ്റായി മാറിയ ചിത്രമാണ് ലക്കി ഭാസ്കർ. സോളോ നായകനായി 100 കോടി ക്ലബിലും എത്തി. തെലുഗു ചിത്രമായ ലക്കി ഭാസ്കറിന് ഇന്ത്യയിലുടനീളം സ്വീകാര്യത കിട്ടുകയും ചെയ്തു. തിയേറ്ററിൽ വൻ വിജയം നേടിയ ചിത്രം OTTയിലും നേട്ടം സ്വന്തമാക്കുകയാണ്. ഒരു മലയാളി താരം നായകനായിട്ടുള്ള ചിത്രത്തിന് ലഭിച്ചതിൽ ഉയർന്ന തുകയാണ് ദുൽഖറിന് സിനിമയ്ക്ക് നെറ്റ്ഫ്ലിക്സിൽ ലഭിച്ചത്. ലക്കി ഭാസ്കറിന് OTTക്ക് 30 കോടിയിലധികം ലഭിച്ചെന്നാണ് റിപ്പോർട്ട്. ആഗോളതലത്തിൽ 112 കോടിയിലധികം നേടിയ ചിത്രമാണ് ലക്കി ഭാസ്കർ. മലയാളത്തിൽ സ്വപ്ന നേട്ടം സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുൻനിര മലയാള താരങ്ങൾ പോലും ആഗ്രഹിക്കുന്ന പാൻ ഇന്ത്യൻ പദവിയാണ് ദുൽഖർ നേടിയത്. ഹാട്രിക് ബ്ലോക്ക് ബസ്റ്റർ എന്ന നേട്ടമാണ് തെലുങ്കിൽ സിനിമ സ്വന്തമാക്കിയത്. തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിൽ റിലീസ് ചെയ്ത ചിത്രം എല്ലാ ഭാഷകളിലും സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തിരുന്നു. വെങ്കി അറ്റുലൂരി രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം പീരീഡ് ഡ്രാമ ത്രില്ലറാണ്. മീനാക്ഷി ചൗധരിയാണ് നായിക. 1980-90 കാലഘട്ടത്തിലെ കഥയാണ് ലക്കി ഭാസ്കർ പറയുന്നത്. ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ടാണ് ദുൽഖർ സൽമാൻ എത്തിയത്. മികച്ച പ്രതികരണമാണ് ആദ്യ ദിവസം മുതൽ സിനിമയ്ക്ക് ലഭിച്ചത്. അതേസമയം കിങ് ഓഫ് കൊത്തയാണ് ദുൽഖറിന്റേതായി മലയാളത്തിൽ ഒടുവിലെത്തിയ ചിത്രം. വൻ ഹൈപ്പിലെത്തിയ ചിത്രത്തിന് പ്രതീക്ഷിച്ച വിജയം നേടാൻ സാധിച്ചിരുന്നില്ല. ഒന്നിലധികം ഭാഷയിൽ റിലീസ് ചെയ്ത സിനിമയ്ക്ക് ആദ്യ ദിവസം മുതൽക്ക് തന്നെ സമ്മിശ്ര പ്രതികരണമാണ് വന്നത്. മാസ് ആക്ഷൻ നായകൻ എന്ന നിലയിൽ ദുൽഖറിന് വിജയം നേടാൻ സാധിച്ചില്ല. ഏറെ വിമർശനങ്ങളും താരത്തിന് കേൾക്കേണ്ടതായി വന്നു.